ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡെയിലി നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ഏണിങ്സ് കിട്ടാൻ പാകത്തിനുള്ള ഒരു എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ഇപ്പോൾ പുതുതായി തുടങ്ങിയൊരു എക്സ്ചേഞ്ചിൻ്റെ നെയിം ByTrade എന്നാണ്. ഓക്കെ, ഇത് സംഭവം സിമ്പിളായിട്ട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മളിതിൽ ലോഗിൻ ചെയ്തിട്ട് നമ്മളിതിൽ വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം KYC വെരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് അവരെന്ത് ചെയ്യും, BTT കോയിൻസ് തരും. BTT എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിറ്റോറൻറ്റ് ടോക്കൺ അല്ല കേട്ടോ, ആ കോയിനല്ല, ഇവരുടെ ഓൺ എക്സ്ചേഞ്ച്, ഈ എക്സ്ചേഞ്ചിൻ്റെ ഓൺ കോയിനായിട്ടുള്ള BTT എന്ന് പറയുന്ന കോയിൻസ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് തരും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലെന്ത് മതി, KYC മാത്രം ചെയ്താൽ മതി. ഓക്കെ, KYC എന്ന് പറയുമ്പോൾ ഒരുപാട് പേര് ഇനിയിപ്പോൾ KYC ചെയ്യണമെന്ന് വിചാരിക്കണം, നോ പ്രോബ്ലം. അവിടെ ഇതിൽ മൈനേഴ്സൊക്കെ ഇപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കൊക്കെ താഴെയുള്ളവർക്കൊന്നും ഈ KYC എന്ന് പറയുമ്പോൾ പേടിച്ച് പോകും. പക്ഷേ ഇവിടെ KYC എന്ന് പറയുമ്പോൾ ആധാർ കാർഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആധാർ കാർഡ് ഇല്ലാതെ ഇരിക്കുന്നില്ലല്ലോ. ഓക്കെ, 18 വയസ്സിലുള്ള താഴെയുള്ള ഒരുപാട് മച്ചന്മാർ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മുടെ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ദെൻ വി ഹാവ് ടു ഗോ ടു വീഡിയോ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ നേരെ വരുന്നത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലോട്ടായിരിക്കും നിങ്ങൾ വരാം. ഓക്കെ ഫൈൻ, ഈ ഇൻ്റർഫേസിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൈൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഇമെയിലുമായിട്ടും സൈൻ അപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കംഫർട്ടബിൾ ഏതാ വെച്ചാൽ അത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇമെയിൽ വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ ആദ്യം ഇമെയിൽ കൊടുക്കുക, അത് ഒരു ലോഗിൻ പാസ്വേഡ് കൊടുക്കുക, അതിനൊരു കൺഫേം ആ പാസ്വേഡ് റീ എൻ്റർ ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് ഇമെയിൽ വെരിഫിക്കേഷൻ കോഡ് ഇവിടെ ജസ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യും, നിങ്ങളുടെ ആ ഇമെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ കോഡ് വരും. ഓക്കെ, ഇത്രയും കാര്യം ആദ്യം നിങ്ങൾ ചെയ്യാം. നിങ്ങൾ അങ്ങനെ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും, ഡൗൺലോഡ് ആപ്പ് എന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് എന്ത് ചെയ്യുക, അവർക്കൊരു ഓൺ ആപ്പ് ഉണ്ട്, ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ ഐഫോണും മീൻസ് ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആൻഡ്രോയിഡ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക, നേരെ അവരെന്ത് ചെയ്യും, ഡൗൺലോഡ് എന്ന് പറയും, ജസ്റ്റ് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ നേരെ വരുന്നത് ഇങ്ങനെ ഇൻ്റർഫേസിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ ആ ആപ്ലിക്കേഷനിൽ പോയിട്ട് എന്ത് ചെയ്യണം, ലോഗിൻ ചെയ്യണം. ഓക്കെ, നേരത്തെ ചെയ്ത ആ ഇമെയിൽ ID പാസ്വേഡും കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഫോൺ നമ്പർ ആണെങ്കിൽ ആ ഫോൺ നമ്പറും പാസ്വേഡും കൊടുക്കാം. അതിനുശേഷം ഒരു വെരിഫിക്കേഷൻ കോഡ് ഉണ്ടാവും, ആ വെരിഫിക്കേഷൻ കോഡ് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇത് നേരെ വരുന്നത് ഇങ്ങനെ ഇൻ്റർഫേസിലായിട്ടാണ്. നിങ്ങൾ ജോയിൻ ചെയ്താൽ, ഓക്കെ, നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 100 BTT കോയിൻസ് ആണ്. ഓക്കെ, 100 BTT കോയിൻസിൻ്റെ വർത്ത് എന്ന് പറയുന്നത് $1.6 ആണ് ഇന്ന് വരുന്നത്. ഓക്കെ, $1.6 ആണ്. സോ ദെൻ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് KYC ആണ്. KYC വെരിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവർ 300 BTT തരും. ഓക്കെ, 300 BTT അവർ നമുക്ക് തരും. ഓക്കെ, അപ്പം നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്തതിന് ശേഷം ആദ്യം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 100 BTT കിട്ടും. ദെൻ നിങ്ങൾക്ക് ഇനി കിട്ടാൻ പോകുന്നത് 300 BTT കോയിൻസാണ്. അതെങ്ങനെ കിട്ടുകയെന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം KYC വെരിഫിക്കേഷൻ വേണം. KYC വെരിഫിക്കേഷൻ അപ്രോക്സിമേറ്റ്ലി 2 hours മാത്രം വെയിറ്റ് ചെയ്താൽ മതി. 2 hours അവരെന്ത് ചെയ്യും, വെരിഫൈഡ് ആക്കുന്നതാണ്. സോ അതിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളിവിടെ ഹോം ക്ലിക്ക് ചെയ്യാം. ഹോമിന് ശേഷം നിങ്ങൾ മുകളിൽ ഉണ്ടോ ലെഫ്റ്റ് സൈഡിലായിട്ട് ടോപ്പിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നിങ്ങളുണ്ടാവും പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്നുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ള നിങ്ങൾ ആദ്യം നിങ്ങളുടെ ഫോൺ നമ്പറുമായിട്ട് EMI ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ആദ്യം ഫോൺ നമ്പറായിട്ട് എന്ത് ചെയ്യും, ഒന്ന് ബൈൻഡ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ഫോൺ നമ്പറും വെരിഫിക്കേഷൻ കോഡ് കൊടുത്തിട്ട് ബൈൻഡ് ചെയ്യാം. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടം. അത് ബൈൻഡ് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് നീങ്ങില്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ ഫൈൻ, അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ഫോൺ നമ്പർ മസ്റ്റാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, അതിൽ ഫോൺ നമ്പറുമായിട്ട് ബൈൻഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, KYCയിലോട്ട് പോകാൻ അത് മാത്രമല്ല വേറെ വഴിയും കൂടിയുണ്ട്. പേയ്മെൻറ്റ് മാനേജ്മെൻറ്റ് നമുക്ക് ആവശ്യം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഫോൺ നമ്പറുമായിട്ട് ബൈൻഡ് അതിന് തൊട്ട് മുകളിലുള്ള സെക്യൂരിറ്റി സെൻറ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സെക്യൂരിറ്റി സെൻറ്റർ എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെ, ഓക്കെ, നിങ്ങളുടെ ലോഗിൻ പാസ്വേഡ്, ഫണ്ട് പാസ്വേഡ് ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യണം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു വെരിഫൈഡ് ഇമെയിൽ ഒക്കെ ഒന്ന് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ഉണ്ടാകും. കുറച്ചും കൂടി സെക്യൂർ ആവാൻ വേണ്ടിയിട്ടാണ് അവർ ഗൂഗിൾ ഓതൻറ്റിക്കേറ്റർ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ റിയൽ നെയിം വെരിഫിക്കേഷൻ ഉണ്ടാവും. ജസ്റ്റ് നോട്ട് സെറ്റ് എന്ന് കാണിക്കും, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം.
ഇവിടെ നിങ്ങൾക്ക് പാസ്പോർട്ട് ഓരോ ഐ ഡി എന്ന് കൊടുക്കുന്നത്. ഈ ഐ ഡിൻ്റെ അവിടെ നിങ്ങൾ ആധാർ കാർഡ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് ഏരിയയിലാണ്? അപ്പോൾ നമ്മൾ ഇന്ത്യയിലാണല്ലേ. അപ്പോൾ ഇന്ത്യയുടെ നാഷണൽ ഐ ഡിയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇന്ത്യ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ നിങ്ങളുടെ ആ ആധാർ കാർഡിൽ എങ്ങനെയാണോ ആ നെയിം കറക്റ്റ് വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ വോട്ടർ ഐ ഡി ആണെന്നുണ്ടെങ്കിൽ ആ വോട്ടർ ഐ ഡിയിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് അതുപോലെ കൊടുക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരിക്കലും ഫുള്ള് ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക. നമ്മൾ ആധാർ കാർഡിൽ മിക്കതും കാണുന്നത് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ, പിന്നുള്ളത് സ്മോൾ ലെറ്ററിലാണ്. അപ്പോൾ അതുപോലെ തന്നെ കൊടുക്കാം. അതിനുശേഷം പാസ്പോർട്ട് നമ്പർ അല്ലെങ്കിൽ മീൻസ് ഐ ഡി നമ്പർ, നമ്മുടെ ആധാർ കാർഡ് നമ്പറില്ലേ, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇത് താഴെ കാണുന്നത് നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് ഫോട്ടോ കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് ഫോട്ടോ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് ഇവിടെ അത് കൊടുക്കുക. ഇവിടെ ഏതാ കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു പിക്ക് എടുക്കണം. ആ പിക്ക് എങ്ങനെ വെച്ചാൽ നിങ്ങളുടെ ഒരു കയ്യിൽ എന്ത് വേണം, ആധാർ കാർഡും വേറൊരു കയ്യിൽ നമ്മുടെ ByTrade എന്ന് എഴുതിയിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഫസ്റ്റ് ഏതാ ഇയർ, സെക്കൻഡ് ഏതാ മന്ത്, അതിനുശേഷം ഏതാ ഡേറ്റ്, തീയതി ഏതാ, മീൻസ് ദിവസം ഏതാ. ഓക്കെ, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ കാണിച്ചിട്ട് വേണ്ടി ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ വലത്തേ സൈഡിൽ എന്താണ്, എൻ്റെ വലത്തേ സൈഡിൽ ആധാർ കാർഡിൻ്റെ ഫോട്ടോ, എൻ്റെ ഇടത്തേ സൈഡിൽ ByTrade 2022 10-ാം മാസം 30-ാം തീയതി, മീൻസ് ഇന്നലെ. ഓക്കെ, ഇന്നലെയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കൊടുക്കണം. ഓക്കെ, 2022 ഈ വർഷം, പിന്നെ മാസം, അതിനുശേഷം നിങ്ങൾ കൊടുക്കേണ്ടത് ഏതാണ് തീയതി കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഐ പ്രോമിസ് ദാറ്റ് ഇൻഫോർമേഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കൺഫേം സബ്മിഷൻ കൊടുക്കുക. ഓക്കെ, ഇതിന് എൻ്റെ ഒരു ഡമി അക്കൗണ്ടാണ്. എൻ്റെ OG അക്കൗണ്ട്, KYC വെരിഫൈഡ് ആയ ഒരു അക്കൗണ്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് എൻ്റെ OG അക്കൗണ്ട്. ഓക്കെ, ഞാൻ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ലോഗിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ അസറ്റിൽ പോയി കഴിഞ്ഞാൽ 400 BTT കോയിൻസ് കാണും. ഓക്കെ, അതിൽ 100 BTT കോയിൻസ് എങ്ങനെ കിട്ടിയതാണ്, എനിക്കിതിൽ സൈനപ്പ് ചെയ്യണം. അപ്പോൾ സൈനപ്പ് ചെയ്ത് കിട്ടിയതാണ്. സൈനപ്പ് ചെയ്ത് ആ 100 BTT കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റെഫർ ലിങ്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പം നിങ്ങളത് 100 BTT അങ്ങനെ കിട്ടും. പിന്നെ 300 BTT കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, KYC വെരിഫിക്കേഷൻ ചെയ്യണം. KYC വെരിഫൈഡ് ആയതിനു ശേഷം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് 300 BTT കിട്ടും. ഓക്കെ, ഏകദേശം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ട് ഏകദേശം ഒരു 2 hourനുള്ളിൽ എന്ത് ചെയ്യും, നമ്മുടെ KYC വെരിഫൈഡ് ആക്കുന്നതാണ്. ഓക്കെ, അപ്പം നമ്മുടെ ടോട്ടൽ എത്ര USDT ഉണ്ട്, 6.4. ഓക്കെ, $6.4 നമ്മുടെ കയ്യിൽ ഇപ്പോൾ കിടപ്പുന്നുണ്ട്. ഓക്കെ, 6.4 എന്ന് പറയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ 6.4 എന്ന് പറയുന്നത് 500 സംതിങ് റുപ്പീസ് നമ്മുടെ കിട്ടും. ഓക്കെ ഫൈൻ, ഇതാണ് ഇപ്പോൾ നമുക്ക് അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത്. ഇനി ഒരു കാര്യം, ഇനിയുള്ള ഡൗട്ട്, ഇതിപ്പോൾ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക. ഓക്കെ, അതിന് കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ റെഫറൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇവിടെ ഹോം എടുക്കുക. ഹോമിൽ കാണാം, ഇവിടെ ഇൻവൈറ്റേഷൻ എന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇപ്പോൾ ഫസ്റ്റ് ലെവലിൽ ഇപ്പോൾ ഒരാളെ റെഫർ ചെയ്ത് അവിടെ കാണും. പിന്നെ സെക്കൻഡ് ലെവലും തേർഡിലും 3 ലെവൽ ഓഫ് ഇൻകം ഇവിടെ കിടക്കുന്നുണ്ട്. ഓക്കെ, അതിലൊന്ന് ഡയറക്റ്റ് ഇൻകം ആവും, പിന്നെ ഇൻഡയറക്റ്റ്, അങ്ങനെ ഒരുപാട് ഇൻകം ഇവിടെ ഇതിലുണ്ട്. പിന്നെ ഇതിൽ മെയിനായിട്ട് നല്ല ഏർണിങ്സ് റെഫറൽ വഴി കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു കമ്മീഷൻ സ്ട്രക്ചർ 50 ഇതിൽ എങ്ങനെ വെച്ചാൽ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ഇൻകത്തിൽ നിന്ന് എങ്ങനെ വെച്ചാൽ ഒരു 15% നമുക്ക് എന്ത് ചെയ്യും, അവരുടെ ഇതിന്ന് കിട്ടും, കമ്മീഷൻ കിട്ടും. പിന്നെ സെക്കൻഡ് ലെവൽ 5%, പിന്നെ തേർഡ് ലെവലിന് 2%. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരാളെ ഇനിയിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരാളെ നിങ്ങൾ റെഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഏകദേശം 30 BTT കോയിൻസാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അയാൾ KYC ചെയ്താൽ മാത്രമാണ് ആ 30 BTT കിട്ടുന്നത്. ഓക്കെ ഫൈൻ. ദെൻ ഇനി ഉള്ളത് ഇതാണ് ഇവിടുത്തെ ഇപ്പോൾ ഇൻവിറ്റേഷൻ കൂടെ വെവ്വേറെ അയക്കണം എന്നാൽ ഇൻവിറ്റേഷൻ ലിങ്ക് തന്നെ അയച്ചാൽ ധാരാളമാണ്. അപ്പോൾ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ഓക്കെ, ഇൻവിറ്റേഷൻ ലിങ്കിൻ്റെ ആവശ്യമുള്ളൂ ഇവിടെ. ഓക്കെ, അപ്പോൾ ഇനി ഈ കോയിൻസ് ഇപ്പോൾ 400 BTT ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ എനിക്ക് സെല്ല് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിനാൻസിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഇവിടെ P2P ഉണ്ട്. ആ P2P എവിടെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണോ പുഷ് എന്നുള്ള സംഭവം ഉണ്ടോ, ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ സെൽ എന്ന് കൊടുക്കാം. ഇത് ഒരുപാട് പേര് ഇപ്പോൾ സെൽ ഓർഡർ ഇട്ട് വെച്ച സംഭവമാണ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു നിക്ക് നെയിം എന്താ വെച്ചാൽ പിന്നെ ക്രിപ്റ്റോ എന്ന് കൊടുക്കുകയാണ്.
ഓക്കെ, ട്രാൻസാക്ഷൻ ഇപ്പോഴത്തെ പ്രൈസ് ഇപ്പോൾ ഇവിടെ ഇപ്പോഴത്തെ ഒരു പർച്ചേസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 0.02 ആണ്. അപ്പോൾ നമ്മൾ 0.02 കൊടുത്തു. പിന്നെ സെൽ ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മുടെ കയ്യിൽ 400 BTT ഉണ്ട്. ആ 400 BTT നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 400 BTT ഇപ്പോൾ സെൽ ഓർഡർ ഇട്ട് വെക്കുക. പ്രൈസ് അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ 200 BTT ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $4 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടും. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുക, ഇഷ്യൂ ഓർഡർ കൊടുക്കുക. ഇതിലൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ചിലപ്പോൾ ഓർഡർ ആയി പോകും, ചിലപ്പോൾ ഓർഡർ ആയി പോകില്ല, ടൈം എടുക്കും. ഇത് കറക്റ്റ് ലിസ്റ്റ് ആവുന്നത് നവംബർ 14 അവരുടെ ട്വിറ്റർ പേജിൽ അവർ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്. നവംബർ 14 ഇങ്ങനെ ലിസ്റ്റ് ആവുന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ നവംബർ 14 വലിയ ദിവസങ്ങളിൽ നീ ഏകദേശം കറക്റ്റ് നോക്കുകയാണെങ്കിൽ 2 വീക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ 2 വീക്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം ആളുകളെ റെഫറൊക്കെ ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ മാക്സിമം സെറ്റ് ചെയ്തിട്ട് നല്ലൊരു റെഫറൽ ഇൻകം നിങ്ങൾ ആദ്യം ഏൺ ചെയ്യണം അതിൽ നിന്ന്. ഓക്കെ, സോ അങ്ങനെ അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു പ്രൈസ് അവർ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രൈസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ നിങ്ങൾ ഇഷ്യൂ ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ പ്രൈസ് 0.02 ആണ്. ഒരു ചിലപ്പോൾ നവംബർ 14 ആകുമ്പോഴത്തേന് നല്ലൊരു റേറ്റ് ഇപ്പോൾ ഒരു 0.05 ഒക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളാകെ ഒരു സങ്കടഭരിതമാവും. അപ്പോൾ അതിനാവശ്യമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ ഫ്രണ്ട്സിനൊക്കെ റെഫർ ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ മനസ്സില്ലാ മനസ്സമാനത്തോടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 400 BTT കിട്ടുന്ന സമയത്ത് ഒരു 100 BTT എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സെല്ലോട് ഇട്ട് വെക്കാം, നോ പ്രോബ്ലം. അത് നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ മെയിനായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഈ എക്സ്ചേഞ്ചിൻ്റെ പേര് ByTrade എന്നാണ്. ഈ എക്സ്ചേഞ്ചിൻ്റെ പേര് ഇവരുടെ ഓൺ ടോക്കൺ BTT എന്നാണ് ഈ ടോക്കണിൻ്റെ പേര്. ഇതാണ് ഇതിൻ്റെ ഇൻ്റർഫേസും കാര്യങ്ങളും എല്ലാ കാര്യത്തിലും കൊടുത്തിട്ടുണ്ട്. ലോഞ്ച് പാഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ അവൈലബിൾ ആയ കുറച്ച് കോയിൻസ് ഉണ്ട്. ഇപ്പോൾ ഷിപ്പ് കോയിൻസ്, സാൻഡ്, സോൾ, ഡോട്ട്, അതുപോലെ തന്നെ ADA, ICP, ഷിപ്പ് കോയിൻസ് ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. നമുക്ക് ഇതിലൊക്കെ തന്നെ ട്രേഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നിങ്ങളൊരു കാര്യം എന്താ ചിന്തിക്കണമെന്ന് ചോദിച്ചാൽ, ഇനി അഥവാ നിങ്ങളുടെ സെല്ലായി കഴിഞ്ഞാൽ നേരെ വരുന്നത് എവിടെയാണ്, US ഡോളറിലാണ് കിടപ്പുക. ഓക്കെ, ഇവിടെ ഈ US ഡോളറിലാണ് കിടക്കുക. ഞാൻ പറഞ്ഞല്ലോ 200 BTT സെല് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്നത് $4. അപ്പോൾ ഈ $4 നമ്മൾ വേറെ എവിടേക്ക് നമുക്ക് ഇത് വിഡ്രോ അടിക്കണമല്ലോ, $4. ആ $4 വിഡ്രോ അടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് US ഡോളർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സ്ചേഞ്ചിൽ നിന്ന് നിങ്ങൾ TRX മേടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ TRX ഉണ്ടാവും. ഓക്കെ, USDT പറഞ്ഞിട്ട് ഇവിടെ TRX ഉണ്ട്. TRX വാങ്ങിയിട്ട് ബൈ എന്ന് കൊടുക്കാം. ഓക്കെ, ബൈ എന്ന് കൊടുക്കുക. എവിടെ എത്ര എമൗണ്ടാണ് നമ്മൾ ട്രേഡിങ് എമൗണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. എല്ലാ കാര്യം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഇതിലൊന്നുമില്ല നമ്മുടെ കാണിക്കാത്തത്. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കുക, എത്ര എമൗണ്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലുള്ള കാര്യം കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ട്രേഡ് എമൗണ്ട് ഇവിടെ കൊടുക്കാൻ പറ്റുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്വാണ്ടിറ്റി എത്ര, അപ്പോൾ നമ്മൾ TRX ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, 70 TRX കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യും, $4. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ബൈ TRX കൊടുക്കുക. എന്നിട്ട് TRX മേടിച്ചിട്ട് നിങ്ങൾക്ക് ബിനാൻസിലോട്ടോ ഏതെങ്കിലും ഒരു നല്ലൊരു എക്സ്ചേഞ്ചിലോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിസീവ് ചെയ്യാവുന്നതാണ്. വിഡ്രോ അടിക്കുക, അല്ലെങ്കിൽ വാസറക്സോ അല്ലെങ്കിൽ ബിനാൻസ് അല്ലെങ്കിൽ ജിയോടെക്സ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു എക്സ്ചേഞ്ചിലേക്ക് അത് എന്ത് ചെയ്യുക, റിസീവ് ചെയ്തിട്ട് അത് വിഡ്രോ അടിക്കാൻ പറ്റും. സോ ഇത്രയും കാര്യമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ക്ഷമയുണ്ടെങ്കിൽ ഒരു നവംബർ 14 വരെ അതൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ വിഡ്രോ വീഡിയോയും കൂടി നമ്മൾ എന്ത് ചെയ്യും, അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ബി പേഷ്യൻറ്റ്, നല്ല പേഷ്യൻറ്റോടുകൂടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇപ്പോൾ 982 സബ്സ്ക്രൈബേഴ്സിലൂടെ. അപ്പോൾ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്തിട്ട് ഒരു 20 സബ്സ്ക്രൈബേഴ്സും കൂടി നമുക്ക് എത്തിയ ഒരു 1K സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ഒരു കടമ നമുക്ക് കടക്കാനുണ്ട്. ആ കടമ ഒന്നും കടക്കാനുള്ള ഒരു കുറച്ച് റിസ്ക്കിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഫ്രണ്ട്സിനെ കൊണ്ട് ഷെയർ ചെയ്തിട്ട് അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദിസ് ഇസ് ക്രിപ്റ്റോ മജീഷ്യൻ. ബൈ.